പച്ചപ്പു നിറഞ്ഞ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ വളഞ്ഞ ചിമ്മിനിയും ആകാശത്തേക്ക് അലസമായി ചുരുണ്ടുകൂടുന്ന പുകയും ഉള്ള ഒരു ചെറിയ മരക്കുടിലുണ്ടായിരുന്നു. ആ കുടിൽ ഒരു കർഷകന്റെയോ മരം വെട്ടുകാരന്റെയോ ആയിരുന്നില്ല, മറിച്ച് മിൻഡോ എന്ന ചാരനിറത്തിലുള്ള പൂച്ചയുടേതായിരുന്നു. സാധാരണ പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി മിൻഡോ 2 കാലിൽ നടന്നു, ഒരു ചെറിയ ഏപ്രൺ ധരിച്ചിരുന്നു. മട്ടൺ ഫ്രൈസ് പാചകം ചെയ്യാൻ ഒരു പ്രത്യേക അഭിനിവേശവും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോൾ മിൻഡോ മൺപാതയിലൂടെ ഗ്രാമത്തിലെ ഇറച്ചിക്കടക്കാരന്റെ കടയിലേക്ക് നടന്നു. വിചിത്രമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഘട്ടം കഴിഞ്ഞുപോയ ഷാപ്പുകാരൻ കടലാസിൽ വൃത്തിയായി പൊതിഞ്ഞ ഒരു പുതിയ ആട്ടിറച്ചി കഷ്ണം നൽകും. മാന്യമായ ഒരു തലയാട്ടലോടെ മിൻഡോ അത് തന്റെ ചെറിയ കൊട്ടയിൽ തിരികെ വീട്ടിലേക്ക്. മിൻഡോയുടെ സുഖകരമായ കുടിലിനുള്ളിൽ അവളുടെ അടുക്കള ഒരു അത്ഭുതമായിരുന്നു. മുകളിൽ തൂക്കിയിട്ടിരുന്ന പാത്രങ്ങൾ, അലമാരകളിൽ സുഗന്ധദ്രവ്യങ്ങൾ നിരത്തിവെച്ചിരുന്നു. മൂലയിൽ ഒരു വിറക് അടുപ്പ് സൗമ്യമായി കത്തിച്ചുകൊണ്ടിരുന്നു. ആദ്യം അവൾ ഒരു മരത്തടിയിൽ മാംസം കഴുകും. പിന്നെ ഗ്രാമത്തിലെ പാചകക്കാരന് പോലും അറിയാത്തത്ര കൃത്യതയോടെ അത് മുറിക്കുക. അവൾ കഷണങ്ങൾ വെളുത്തുള്ളി, മുളക്, മഞ്ഞൾ, അല്പം ജീരകം എന്നിവയിൽ മാരിനേറ്റ് ചെയ്തു. എല്ലാം അവൾ സ്വയം വാർത്തെടുത്ത ഒരു കളിമൺ പാത്രത്തിൽ കലർത്തി. പാനിൽ എണ്ണ ചൂടായപ്പോൾ മിൻഡോ ആട്ടിറച്ചി ശ്രദ്ധാപൂർവം അതിലേക്ക് ഇട്ടു. രുചികരമായ സുഗന്ധത്തിൽ അവളുടെ മുഖം തിളങ്ങി. ഫ്രൈസ് സ്വർണ്ണ തവിട്ട് നിറമാകുമ്പോൾ അവൾ മൃദുവായി മൂളി. ഗ്രാമത്തിലൂടെ സുഗന്ധം പരന്നു. കൗതുകകരമായ മൂക്കുകളെ അവളുടെ വാതിലിലേക്ക് ആകർഷിച്ചു. പൂച്ച ഷെഫ് തന്റെ മാസ്റ്റർ പീസ് വാഴയിലയിൽ വെക്കുമ്പോൾ കുട്ടികൾ പലപ്പോഴും വിടർന്ന കണ്ണുകളോടെ എത്തിനോക്കുമായിരുന്നു. മിൻഡോ ഒരു വാക്കുപോലും പറഞ്ഞില്ല. പക്ഷേ ഭാഗ്യ ദിവസങ്ങളിൽ ധൈര്യശാലികളായ അല്ലെങ്കിൽ വിശക്കുന്ന ആർക്കും പരീക്ഷിച്ചു നോക്കാൻ ഒരു ചെറിയ വിഭവം പുറത്തുവെക്കുമായിരുന്നു. ആ എളിയ കുടിലിൽ പഴയ മരങ്ങളുടെയും കൗതുകകരമായ ഒരു നിലാവിന്റെയും സംരക്ഷണയിൽ മറ്റാർക്കും കഴിയാത്ത വിധം മിൻഡോ ആട്ടിറച്ചി വറുത്തു.